വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി കൊല്ലം തേവലക്കര ബോയ്സ് ഹൈസ്കൂൾ 8ാം ക്ലാസ് വിദ്യാർത്ഥി ഷോക്കേറ്റ് മരിച്ച സംഭവം അതീവ ദുഃഖകരമാണ്. സംഭവത്തെക്കുറിച്ച് അന്വേഷിച്ച് അടിയന്തരമായ റിപ്പോർട്ട് നൽകാൻ പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ നിർദ്ദേശം നൽകിയ കാര്യം പറയുന്നു. കൊല്ലം ജില്ലയിലെ ഉന്നത വിദ്യാഭ്യാസ ഓഫീസർമാരോട് ആവശ്യമായ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്താൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട് എന്നൊരു പ്രസ്താവന ഇപ്പോൾ വരുന്നുണ്ട്. ഷഫീദ് റാവുത്തർ ആ വാർത്തയുടെ വിവരങ്ങളുമായി ചേർന്ന് പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ അന്വേഷിക്കണം. ഷഫീദ്, ഇത് അന്വേഷിക്കാനൊന്നുമില്ല, അവിടെ ഒന്ന് ജസ്റ്റ് നോക്കിയാൽ മതി, എന്താണ് അപകടത്തിന് കാരണം എന്ന് ഇപ്പോൾ തന്നെ എല്ലാവർക്കും മനസ്സിലാവും. ഷഫീദ്, കശ്മീർ സംസ്ഥാനത്തെ ഒരു സ്കൂളിൽ നമ്മൾ മുൻപ് കേട്ടിട്ടില്ലാത്ത വിധം ഒരു വലിയ ദുരന്തം ഉണ്ടായിരിക്കുന്നു. മാത്രമല്ല, അതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയുടെ ഒരു ഇടപെടൽ അദ്ദേഹം ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് ഇക്കാര്യത്തിലൊരു സംഭവം അതീവ ദുഃഖകരമാണെന്ന് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി പ്രതികരിക്കുന്നു. സംഭവത്തെക്കുറിച്ച് അടിയന്തരമായ അന്വേഷിച്ച റിപ്പോർട്ട് നൽകാൻ പൊതുവിദ്യാഭ്യാസ ഡയറക്ടർക്ക് നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. കൂടാതെ ഈ മറ്റു ക്രമീകരണങ്ങൾ, സ്കൂളുമായി ബന്ധപ്പെട്ട മറ്റ് ക്രമീകരണങ്ങളും ഈ വിദ്യാർത്ഥിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും ക്രമീകരിക്കാൻ കൊല്ലം ജില്ലയിലെ ഉന്നത വിദ്യാഭ്യാസ ഉദ്യോഗസ്ഥരോട് നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. ഏതായാലും ഈ വിഷയത്തിൽ മന്ത്രി നേരിട്ട് പ്രതികരിച്ചിട്ടില്ല, പകരം വാർത്താക്കുറിപ്പായിട്ടാണ് ഇറക്കിയിരിക്കുന്നത്. മന്ത്രി അല്പസമയത്തിനുള്ള പൊതുപരിപാടിയിൽ പങ്കെടുക്കാൻ ബാലരാമപുരത്തെത്തും. അവിടെ നമ്മൾ പ്രതികരണം തേടും. ഈ വിദ്യാഭ്യാസ വകുപ്പ് താരതമ്യേന കാര്യമായി ഉണർന്ന് പ്രവർത്തിക്കുന്ന ഒരു വകുപ്പാണ്. പക്ഷേ ആ വകുപ്പിൽ പോലും സാധാരണഗതിയിൽ ഈ സ്കൂളുകളുടെ കമ്മീഷനിങ് സമയത്ത്, ഓരോ അധ്യയന വർഷം സ്കൂളുകളുടെ കമ്മീഷനിങ് സമയത്ത് കൃത്യമായിട്ടുള്ള നിരീക്ഷണം, കൃത്യമായിട്ടുള്ള മോണിറ്ററിംഗ് അടക്കം ഏർപ്പെടുത്താണ്. പക്ഷേ അവിടെ ഏത് രീതിയിലാണ് ഈ പാളിച്ച ഉണ്ടായത്, അതല്ലെങ്കിൽ ആ പരിശോധനകൾ നടത്തിയിട്ടുണ്ടോ എന്നടക്കമുള്ള കാര്യങ്ങൾ ഈ അന്വേഷണത്തിന് ശേഷം ആ റിപ്പോർട്ടിൽ ഒരുപക്ഷെ ഉണ്ടാകും. ഹാഷ്മി. ഓക്കെ, ഷഫീദാണ് ആ വാർത്തകൾ.